അപ്പൊ നമുക്കിനി ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഫോഴ്സസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഫോഴ്സസ് ഓഫ് ഫ്ലൂയിഡ്സ്, അതായത് ഫ്ലൂയിഡുകളുടെ ഫോഴ്സ്. അപ്പൊ ഫോഴ്സ് എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഫ്ലൂയിഡുകൾ എക്സെപ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് അല്ലെങ്കിൽ ബലത്തിന്, അതാണ് കൂടുതലായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്, ഫോഴ്സസ് ഓഫ് ഫ്ലൂയിഡ്സ്. അപ്പൊ ആദ്യമേ ഫ്ലൂയിഡ്സ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. വാട്ട് ഈസ് ഫ്ലൂയിഡ്സ്? ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ലിക്വിഡിനെയും ഗ്യാസിനെയും ചേർത്ത് പറയുന്നതാണ് ഫ്ലൂയിഡ്സ്. ലിക്വിഡ് ആൻഡ് ഗ്യാസസ് ടുഗദർ നോൺ ആസ് ഫ്ലൂയിഡ്. അപ്പൊ ലിക്വിഡിനെയും ഗ്യാസിനെയും, ദ്രാവകങ്ങളെയും വാതകങ്ങളെയും ഒരുമിച്ച് പറയാൻ നമുക്ക് എന്തെന്നാ ഫ്ലൂയിഡ്. അപ്പൊ ദ്രാവകങ്ങളും വാതകങ്ങളും എല്ലാം ഫ്ലൂയിഡിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ആ ഫ്ലൂയിഡുകൾ എക്സെപ്റ്റ് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ചാണ്, പല പല ഫോഴ്സുകൾ എക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഫോഴ്സുകളെ കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മളിപ്പോ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട്, പാത്രത്തിൽ ഇതുവരെ വെള്ളം എടുത്തിട്ട് നമ്മളൊരു ബോട്ടില്, ഒരു എംറ്റി ബോട്ടിൽ എടുത്ത് അതിന്റെ അടപ്പ് നന്നായിട്ട് അടച്ചതിന് ശേഷം ഇതിനെ ആ വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുപോകണം. വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. നമ്മൾ അങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഏറ്റവും താഴെ വെച്ചുകൊണ്ട് നമ്മൾ അതിലേക്ക് വിടുക. ആ കുപ്പിയെ വാട്ടർ മുകളിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയും അതിന്റെ ഫലമായിട്ട് ഈ കുപ്പി വളരെ പെട്ടെന്ന് ഉയർന്നു പൊങ്ങി മുകളിൽ വരികയും ചെയ്യും. അപ്പൊ അവിടെ ആ കുപ്പിയെ മുകളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തത് അതിനുള്ളിലെ, അതായത് ഈ പാത്രത്തിനുള്ളിലുള്ള ലിക്വിഡാണ്, വാട്ടറാണ്. അപ്പോ അത് ആ ഒരു ഫ്ലൂയിഡ്, ഈ ഇവിടുത്തെ വാട്ടർ എന്ന് പറയുന്ന ആ ഒരു ഫ്ലൂയിഡ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹൈഡ്രജൻ ബലൂൺ, നമ്മൾ കാണാറുണ്ട് ഹൈഡ്രജൻ ബലൂൺ, നമ്മൾ കെട്ടിയിരിക്കുന്ന നൂല് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ പറന്ന് മുകളിലേക്ക് പോകും. ആ ഹൈഡ്രജൻ ബലൂണിന് മുകളിലേക്ക് പോകണമെങ്കിൽ നമ്മളറിയാം, സാധാരണ ഒരു ബലൂൺ ആണെങ്കിൽ നമ്മൾ കൈവിട്ട് കഴിഞ്ഞാൽ നേരെ താഴേക്ക് പോകും. അതേസമയം ഹൈഡ്രജൻ ബലൂൺ ആണെങ്കിൽ അത് മുകളിലേക്ക് പോകും. അങ്ങനെ മുകളിലോട്ട് പോകണമെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് ആവശ്യമാണ്. അപ്പൊ ആ ഹൈഡ്രജൻ ബലൂൺ മുകളിലേക്ക് പോകാൻ ആവശ്യമായ ഫോഴ്സ് ഇവിടെ എക്സെപ്റ്റ് ചെയ്യുന്നത് എയർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ലിക്വിഡിനെയും ഗ്യാസിനെയും ചേർത്താണ് നമ്മൾ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എയറും എന്ത് തന്നെയാണ്? ഫ്ലൂയിഡ് തന്നെയാണ്. അങ്ങനെ ആ എയർ അപ്ലൈ ചെയ്യുന്ന ആ ഫോഴ്സ് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഫ്ലൂയിഡ് അവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കൊണ്ടാണ് ഈ ഹൈഡ്രജൻ ബലൂൺ മുകളിലേക്ക് പോകുന്നത്. അതുപോലെ എല്ലാ ലിക്വിഡും അതിനകത്തിരിക്കുന്ന ഒബ്ജക്റ്റിനെ മുകളിലോട്ട് ഒരു ഫോഴ്സോട് കൂടി മുകളിലോട്ട് ഉയർത്താൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മുകളിലോട്ട് തള്ളുന്നു. അപ്പോ അവിടെ ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ പാത്രത്തിനകത്ത് വെച്ചിരിക്കുന്ന ഈ കുപ്പിയെ നമ്മൾ കൈവിട്ട് കഴിഞ്ഞാൽ ആ കുപ്പിയെ മുകളിലേക്ക് ഈ ലിക്വിഡ് ഉയർത്തിക്കൊണ്ടുവരും. ഇതും ഈ പറഞ്ഞ ഈ ഫ്ലൂയിഡുകൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന്റെ ഭാഗമാണ്. അതല്ലെങ്കിൽ നമ്മൾ ഒരു വലിയ ചുടുകല്ല്, അല്ലെങ്കിൽ ഒരു ചുടുകല്ല് എടുത്തിട്ട് നമ്മൾ വെള്ളത്തിനകത്തേക്ക് നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് വെള്ളത്തിനകത്തേക്ക് താഴ്ത്തി കൊണ്ടുവരും. നമ്മുടെ കയ്യിൽ നിന്ന് ഇത് വെള്ളത്തിലേക്ക് ഇറങ്ങി തുടങ്ങുമ്പോൾ, നമ്മുടെ കൈ ഇവിടെ ഇരിക്കുകയാണ്, അത് താഴേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങി തുടങ്ങുമ്പോൾ ആ ചുടുകല്ല്, ആ ഇഷ്ടിക ബ്രിക്സ് നമ്മുടെ കയ്യിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, അതാണ് നമ്മുടെ കയ്യിൽ വെയിറ്റ് ആയിട്ട് അനുഭവപ്പെടുന്നത്. അതായത് നമ്മുടെ കയ്യിൽ ഒരു കല്ലെടുത്ത് നമ്മുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ആ കല്ല് താഴേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മുടെ കയ്യിൽ വെയിറ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യും. അതുപോലെ തന്നെ ഈ ബ്രിക്ക് നമ്മുടെ കയ്യിൽ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ബ്രിക്കിന്റെ വെയിറ്റ് നമുക്ക് അനുഭവപ്പെടും. നമ്മൾ അതേസമയം ഇത് വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്കെല്ലാം അനുഭവമുള്ളതാണ്, ആ ഒബ്ജക്റ്റിന്റെ വെയിറ്റ് കുറയുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ബോട്ടിലെടുത്ത് വെള്ളത്തിനകത്തേക്ക് ഇറക്കിയതുപോലെ തന്നെ ഈ ബ്രിക്ക് വെള്ളത്തിനകത്തേക്ക് ഇറക്കുമ്പോഴും ഈ ലിക്വിഡ് മുകളിലോട്ട് ഒരു ഫോഴ്സ് അതിന്മേൽ അപ്ലൈ ചെയ്യും. അപ്പോ നമ്മുടെ കയ്യിൽ ഇപ്പൊ കല്ലുണ്ട്, ആ കല്ല് താഴേക്ക് വെയിറ്റ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്കത് ഭാരമായിട്ട് തോന്നും. അതിങ്ങനെ താഴേക്ക് പോകുമ്പോഴത്തേക്ക് വെള്ളത്തിലേക്ക് ഇറക്കുമ്പോൾ വെള്ളം അതിൽ നിന്ന് താഴേന്ന് മുകളിലോട്ട് നമുക്കൊരു ഫോഴ്സോട് കൂടി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത്, നമ്മൾ താഴേക്ക് വെയിറ്റ് കൊണ്ട് നമ്മുടെ കൈ താഴോട്ടാണ് പോകുന്നത്. അതേസമയം താഴേന്ന് മുകളിലോട്ട് ഒരു സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് കുറവുള്ളതായിട്ട് അനുഭവപ്പെടും. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ ബ്രിക്ക് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് താഴേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വെള്ളം മുകളിലോട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. ആ ഫോഴ്സ് കൊണ്ടിട്ട് നമുക്ക് ഇതിന്റെ വെയിറ്റ് കുറയുന്നത് പോലെ അനുഭവപ്പെടും. അതുപോലെ തന്നെ നമ്മൾ കിണറിൽ നിന്ന് വെള്ളം കോരുമ്പോൾ തൊട്ടിയും വെള്ളവും കിണറിന്റെ വെള്ളത്തിന്റെ ഉള്ളിലായിരിക്കുമ്പോൾ ഭാരക്കുറവായിരിക്കും. അതേസമയം വാട്ടർ സർഫസിൽ നിന്ന് മുകളിലേക്ക് പോകും തോറും മുകളിലേക്ക് ഉയർന്നു വരുമ്പോഴത്തേക്ക് അതിന് ഭാരം കൂടുതലുള്ളതായിട്ട് തോന്നും. അതാണ് അതിന്റെ ആക്ച്വൽ വെയിറ്റ്.
ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വസ്തുവിനെ, ഒരു കല്ലായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തൊട്ടിയും വെള്ളം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഇഷ്ടിക ചുടുകല്ലായിക്കോട്ടെ, എന്ത് തന്നെ ആയാലും നമ്മളൊരു ഒബ്ജക്റ്റിനെ വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുപോവുകയാണ്. വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുപോയാൽ, നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന് വെയിറ്റ് കുറവ് അനുഭവപ്പെടും. അങ്ങനെ വെയിറ്റ് കുറവായിട്ട് അനുഭവപ്പെടാനുള്ള കാരണം ഏതൊരു ഒബ്ജക്റ്റ് ആണോ വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുപോകുന്നത്, വെള്ളത്തിനടിയിലേക്ക് എത്തുമ്പോൾ ആ വെള്ളം അല്ലെങ്കിൽ ആ ഒരു ലിക്വിഡ് ഒരു അപ്വേർഡ് ഫോഴ്സ്, മുകളിലോട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. ആ മുകളിലോട്ടുള്ള ഫോഴ്സ് കൊണ്ടിട്ടാണ് ഈ ഒബ്ജക്റ്റുകൾക്ക് വെയിറ്റ് കുറയുന്നതായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യും. അങ്ങനെ അപ്ലൈ ചെയ്യുന്ന അപ്വേർഡ് ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോയൻസി അല്ലെങ്കിൽ ബോയിഡ് ഫോഴ്സ്. അപ്പൊ എന്താണ് ബോയൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഒരു ഒബ്ജക്റ്റ് ഫുള്ളി ഓർ പാർഷ്യലി, കംപ്ലീറ്റ് ആയോ അല്ലെങ്കിൽ ഭാഗികമായോ ഒരു ലിക്വിഡിനകത്ത് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിനകത്ത് ഇമേഴ്സ്ഡ് ആയിരിക്കുമ്പോൾ, ഇമേഴ്സ് ചെയ്യുക എന്ന് വെച്ചാൽ മുങ്ങിയിരിക്കുക, ഇമേഴ്സ് ആയിരിക്കുമ്പോൾ ആ ലിക്വിഡ് അതിൽ അപ്ലൈ ചെയ്യുന്ന അപ്വേർഡ് ഫോഴ്സിനെയാണ് ബോയൻസി എന്ന് പറയുന്നത്. ഏതൊരു ഒബ്ജക്റ്റ് ആയിക്കോട്ടെ, ഏതൊരു ഒബ്ജക്റ്റ് ആയാലും ഒരു ലിക്വിഡിനകത്തേക്ക് കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി, മുഴുവനായോ അല്ലെങ്കിൽ പാർഷ്യലായോ ഇമേഴ്സ്ഡ് ആയിരിക്കുമ്പോൾ, മുങ്ങിയിരിക്കുമ്പോൾ ആ ലിക്വിഡ് അതിന്മേലെ ഒരു അപ്വേർഡ് ഫോഴ്സ് അപ്ലൈ ചെയ്യും, മുകളിലോട്ടൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. അതിന്റെ ഫലമായിട്ട് ഈ ഒബ്ജക്റ്റുകൾക്ക് ഭാരക്കുറവ് അനുഭവപ്പെടും. അതിന് നമ്മൾ പറയുന്ന പേരാണ് ബോയൻസി. അപ്പൊ മനസ്സിലായി കാണും. അപ്പൊ ബോയൻസി എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ടാണ് ലിക്വിഡിനകത്ത് അല്ലെങ്കിൽ ഫ്ലൂയിഡുകൾക്കകത്ത് ഒബ്ജക്റ്റുകൾക്ക് വെയിറ്റ് കുറവ് അനുഭവപ്പെടുന്നത്. അപ്പോ നമുക്ക് ഈ ബോയൻസി അളക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് ഈ ബ്രിക്സിന് ഈ വാട്ടറിനകത്തുള്ള ബോയൻസിയാണ് നമ്മൾ അളക്കുന്നത്. അപ്പൊ ബോയൻസി അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബ്രിക്കിനെ നമ്മളൊരു സ്പ്രിംഗ് ബാലൻസിൽ തൂക്കി നോക്കും. ഈ ബ്രിക്കിനെ ഞാൻ സ്പ്രിംഗ് ബാലൻസിൽ തൂക്കി നോക്കിയപ്പോ അതില് 10 ന്യൂട്ടൺ എന്നാണ് കണ്ടത്. അതിനുശേഷം ഈ സ്പ്രിംഗ് ബാലൻസിന്റെ ഹാങ്ങിങ്ങോട് കൂടി സ്പ്രിംഗ് ബാലൻസിൽ തൂക്കിയിട്ടുകൊണ്ട് തന്നെ ഞാൻ ഈ ബ്രിക്സിനെ ഈ ലിക്വിഡിനകത്തേക്ക് ഇറക്കിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ ഇത് ലിക്വിഡിനകത്തേക്ക് ഇറക്കിക്കൊണ്ട് പോയപ്പോ സ്പ്രിംഗ് ബാലൻസിൽ 7 ന്യൂട്ടൺ എന്നാണ് കണ്ടത്. അതായത് എയറിൽ വെച്ചത് 10 ന്യൂട്ടൺ ആയിരുന്നു. ഈ സിസ്റ്റത്തിനെ അല്ലെങ്കിൽ ഈ ഒരു അറേഞ്ച്മെന്റിനെ ഞാൻ ബ്രിക്ക് മാത്രം വെള്ളത്തിലേക്ക് മുക്കി വെച്ചപ്പോൾ അത് 7 ന്യൂട്ടൺ എന്ന് കണ്ടു. അതായത് അവിടെ 3 ന്യൂട്ടൺ കുറവ് വന്നു. ആ ഭാരക്കുറവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ബോയൻസി എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ബോയൻസി 3 ന്യൂട്ടൺ ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ബോയൻസി മെഷർ ചെയ്യുന്നത്, മെഷറിംഗ് ഓഫ് ബോയൻസി. അപ്പൊ ബോയൻസി എങ്ങനെ മെഷർ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഒരു ഒബ്ജക്റ്റിന്റെ എയറിലെ വെയിറ്റ് ഏതാണോ ലിക്വിഡ്, ആ ലിക്വിഡിന്റെ അല്ലെങ്കിൽ ഏതാണോ ആ ഫ്ലൂയിഡിന്റെ വെയിറ്റും തമ്മിലുള്ള വ്യത്യാസത്തിന് പറയുന്ന പേരാണ് ബോയൻസി. അപ്പൊ നമ്മൾ ബോയൻസി എങ്ങനെ മെഷർ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുക, ഒബ്ജക്റ്റിനെ ആദ്യം എയറിൽ വെച്ച് അതിന്റെ വെയിറ്റ് നോക്കുക, അതിനുശേഷം അതിനെ ലിക്വിഡിനെ വെച്ചുള്ള വെയിറ്റ് നോക്കുക. ആ എയറിലെ വെയിറ്റും ലിക്വിഡിന്റെ വെയിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും ബോയൻസി. അപ്പൊ ഈ പല ഒബ്ജക്റ്റുകളിലും പല ബോയൻസിയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എല്ലാ ഒബ്ജക്റ്റുകളിന്മേലും എല്ലാ ലിക്വിഡും ഒരേ ബോയൻസി അല്ല എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പല ഒബ്ജക്റ്റുകളിലും പല ലിക്വിഡും പല ബോയൻസിയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതായത് ബോയൻസി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബോയൻസി. നമ്മളിപ്പോ ഒരു കോഴിമുട്ട എടുത്തിട്ട് നമ്മളൊരു ഗ്ലാസ് വെള്ളത്തിനകത്തേക്ക് ഇറക്കി വെച്ചു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളത്തിനകത്തേക്ക് നമ്മളൊരു കോഴിമുട്ട ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ആ കോഴിമുട്ടയ്ക്കും ആ ബോയൻസി എക്സ്പീരിയൻസ് ചെയ്യും. ആ വെള്ളം മുകളിലേക്ക് ഒരു ഫോഴ്സോട് കൂടി ആ വെള്ളം മുകളിലേക്ക് കോഴിമുട്ടയെ തള്ളിക്കൊണ്ടിരിക്കും. അതിന്റെ ഫലമായിട്ട് വെള്ളത്തിനുള്ളിൽ കോഴിമുട്ടയ്ക്ക് വെയിറ്റ് കുറവ് അനുഭവപ്പെടും. എന്നിരുന്നാലും ഈ കോഴിമുട്ടയ്ക്ക് താഴെ തന്നെ കിടക്കും. നമ്മള് ആ കോഴിമുട്ട ഇട്ട് വെച്ചിരിക്കുന്ന ആ വെള്ളത്തിലേക്ക്, ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ്, സാൾട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. കുറേശ്ശെ സാൾട്ട് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് പതുക്കെ ഈ കോഴിമുട്ട ഉയർന്നു വരാൻ തുടങ്ങും. അവസാനം
ഇത് കംപ്ലീറ്റ് ആയിട്ടും ഇത് സാൾട്ട് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നിറയുമ്പോഴത്തേക്ക് ഈ കോഴിമുട്ട മുകളിലായിട്ട് വന്ന് റിമൈൻ ചെയ്യും, മുകളിലായിട്ട് വന്ന് കിടക്കും. അപ്പൊ പിന്നെ താഴെ മുകളിലോട്ട് വന്ന് കിടക്കണമെങ്കിൽ അവിടെ മാക്സിമം ബോയിൽസി എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും. അതായത് നമ്മളിവിടെ കുറേശ്ശെ ഉപ്പ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിന്റെ ബോയിൽസി കൂടി വന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പൊ ബോയിൽസിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഈ പറഞ്ഞത്. നമ്മൾ ഈ ഉപ്പ് ഇവിടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാം സാൾട്ട് വാട്ടറിന് പ്യുവർ വാട്ടറിനേക്കാളും ഡെൻസിറ്റി കൂടുതലാണ്. അതിന് കാരണം അതിൽ ഉപ്പിന്റെ കണ്ടന്റ് കൂടുതലായതുകൊണ്ടാണ്. ഇവിടെ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ നമ്മളെ സാൾട്ട് നമ്മൾ പ്യുവർ വാട്ടറിലേക്ക് ആഡ് ചെയ്യണം. അപ്പൊ സാൾട്ട് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ഈ വാട്ടറിലേക്ക് സാൾട്ട് ലയിച്ച് ചേരുമ്പോൾ ഈ വാട്ടറിന്റെ ഡെൻസിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. വാട്ടറിന്റെ ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ചാണ് ഇവിടെ ബോയിൽസി കൂടുന്നത്. അതുകൊണ്ടാണ് ആ മുട്ട കുറേശ്ശെ ഉയർന്നു വന്നത്. നമ്മുടെ ചെറിയ ക്ലാസ്സിലൊക്കെ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, ഈ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. പ്യുവർ വാട്ടറിലിട്ടിരിക്കുന്ന മുട്ട താഴ്ന്നു പോവുകയും സാൾട്ട് വാട്ടറിലിട്ടിരിക്കുന്ന മുട്ട ഉയർന്നു നിൽക്കുകയും ചെയ്യും. അതിന് നമ്മൾ അതിന് റീസൺ പഠിച്ചത് ഇതാണ്. സാൾട്ട് വാട്ടറിന്റെ ഡെൻസിറ്റി പ്യുവർ വാട്ടറിനേക്കാൾ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ടാണ് ഈ മുട്ട ഉയർന്നു നിൽക്കുന്നത്. ഡെൻസിറ്റി കൂടിയപ്പോ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഈ വർഷം ഈ ക്ലാസ്സിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡെൻസിറ്റി കൂടുമ്പോൾ ബോയൻസി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്, നമ്മൾ ഇത്രയും നേരം പഠിച്ചു. ഈ ബോയൻസി കൂടുന്നത് കൊണ്ടാണ് ഈ മുട്ട മുകളിലേക്ക് ഉയർന്നു വരുന്നത്. ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് ഇവിടെ ബോയൻസി കൂടുകയാണ് ചെയ്യും. അപ്പോ ശരിക്കും പറഞ്ഞാല് ബോയൻസി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഡെൻസിറ്റിയാണ്. അപ്പോ ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് ബോയൻസി കൂടും. അതിന്റെ ഫലമായിട്ട് മുട്ട ഇവിടെ ഉയർന്നു വരും. ഇനി വേറെ എക്സ്പെരിമെന്റ് നമ്മളൊരു അലുമിനിയം ഫോയിൽ പേപ്പർ എടുത്തിട്ട് അതിനെ നമ്മളൊരു ട്രേയുടെ ഷേപ്പിൽ ഇങ്ങനെ നിവർത്തി എടുക്കുകയാണ്. ഒരു ട്രേയുടെ ഷേപ്പിൽ ഇങ്ങനെ നിവർത്തി എടുത്തു കഴിഞ്ഞാൽ ആ ട്രേയെ നമ്മളൊരു വെള്ളത്തിലേക്ക് ഒരു വലിയൊരു പാത്രത്തിൽ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ആ ട്രേ മുങ്ങിപ്പോകത്തില്ല. അതിങ്ങനെ വാട്ടർ സർഫസിൽ ഇങ്ങനെ കിടക്കും. ആ അലുമിനിയം ഫോയിൽ പേപ്പർ നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ട് അത് നമ്മുടെ കൈകൾ ഉപയോഗിച്ച് ചുരുട്ടി ഒരു ബോളിന്റെ ഷേപ്പിലാക്കിയിട്ട് വെള്ളത്തിലേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ അത് പതുക്കെ വെള്ളത്തിൽ താഴ്ന്നു വരും. ഇവിടെ നമ്മൾ 2 പ്രാവശ്യവും ഉപയോഗിച്ച മെറ്റീരിയൽ ഒന്ന് തന്നെയാണ്, വാട്ടറും അല്ലെങ്കിൽ നമ്മുടെ ലിക്വിഡും ഒന്ന് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് മറ്റത് മാത്രം താഴ്ന്നു പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിന് ആദ്യത്തെ സിറ്റുവേഷനില് ഏരിയ ഓഫ് സർഫസ് ഓഫ് കോൺടാക്ട് അത് കൂടുതലായിരുന്നു. രണ്ടാമത്തെ സിറ്റുവേഷനിൽ സർഫസ് ഏരിയ കുറഞ്ഞപ്പോഴത്തേക്ക് അത് നേരെ താഴേക്കും. അപ്പൊ ബോയൻസി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ടാമത്തെ ഫാക്ടറാണ് സർഫസ് ഏരിയ. അപ്പൊ ബോയൻസി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 ഫാക്ടർ നമ്മളിവിടെ പഠിച്ചു. ഒന്ന് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്, 2 ഏരിയ ഓഫ് സർഫസ് ഓഫ് കോൺടാക്ട് ഓഫ് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിന്റെ സർഫസ് ഏരിയ എത്രത്തോളം വലുതാണ് സർഫസ് ഏരിയ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഡെൻസിറ്റി കൂടുമ്പോൾ, അതായത് ലിക്വിഡിന്റെ ഡെൻസിറ്റി കൂടുമ്പോൾ ബോയൻസി കൂടുകയും ഒബ്ജക്റ്റിന്റെ ഏരിയ ഓഫ് സർഫസ് ഓഫ് കോൺടാക്ട് സർഫസ് ഏരിയ കൂടുമ്പോൾ ബോയൻസി കൂടുകയും ചെയ്യുന്നു. അപ്പൊ ബോയൻസി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 ഫാക്ടറാണ് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡും സർഫസ് ഏരിയ ഓഫ് ദ ഒബ്ജക്റ്റ്. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മുടെ ബോയൻസി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ. അപ്പൊ ഫ്ലൂയിഡ് എന്താണെന്നും ബോയൻസി എന്താണെന്നും ബോയൻസി എങ്ങനെ മെഷർ ചെയ്യാമെന്നും ബോയൻസിയെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.